നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി തേവര കോന്തുരുത്തിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ടത് ലൈംഗിക തൊഴിലാളി എന്ന അതിപ്രധാനമായ വിവരമാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതി ജോർജ് കുറ്റം സമ്മതിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. പണത്തെ ചൊല്ലി ലൈംഗിക തൊഴിലാളിക്കും അതുപോലെ ജോർജിനും ഇടയിൽ തർക്കമുണ്ടായി. ഈ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട സ്ത്രീ ലൈംഗിക തൊഴിലാളിയാണ്. അപ്പോൾ ഈ സാമ്പത്തിക പരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത്. ജോർജിന്റെ വീടിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ജോർജിന്റെ വീടിനുള്ളിൽ പോലീസ് രക്തക്കറ കണ്ടെത്തി. വീടിനുള്ളിൽ വെച്ച് കൊല നടത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കാൻ പോകുന്നതിനിടെ ജോർജ് തളർന്നു വീഴുകയായിരുന്നു. കൊല്ലപ്പെട്ടത് എറണാകുളം സ്വദേശിയാണ് എന്നാണ് നിലവിൽ പോലീസിന്റെ സംശയം. സംഭവത്തിൽ അന്വേഷണം തുടരുകയാണ്. എന്താണ് സംഭവിച്ചത്, ഇവർക്കിടയിൽ എന്ത് ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്, സാമ്പത്തിക തർക്കം എന്ന് പറയുമ്പോൾ ഏത് രീതിയിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ഉണ്ടായിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. രാവിലെ ശുചീകരണത്തിനായി എത്തിയ ഹരിതകർമ്മ സേനാംഗങ്ങളാണ് ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. തുടർന്ന് ഇവർ കൗൺസിലറെ വിവരം അറിയിച്ചു. തുടർന്ന് വിവരം പോലീസിനെ അറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. കസ്റ്റഡിയിലെടുക്കുമ്പോൾ ജോർജ് മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. വർഷങ്ങളായി പ്രദേശത്ത് താമസിക്കുന്നയാളാണ് ജോർജ് എന്ന് വാർഡ് കൗൺസിലർ പറഞ്ഞു. ജോർജ് സ്ഥിരം മദ്യപാനിയാണ്. മരിച്ച സ്ത്രീയെ പ്രദേശത്ത് കണ്ടു പരിചയമില്ല എന്നാണ് വാർഡ് കൗൺസിലർ പറയുന്നത്. രാവിലെ ജോർജ് ചാക്കന്വേഷിച്ച് നടന്നതായി നാട്ടുകാർ പറയുന്നുണ്ട്. കാര്യം തിരക്കിയപ്പോൾ വീട്ടുവളപ്പിൽ ഒരു പൂച്ച ചത്തു കിടക്കുന്നുണ്ട് എന്നാണ്, അതിനെ മൂടാനാണ് ചാക്ക് വേണ്ടി വന്നതെന്നാണ് ജോർജ് പറഞ്ഞിരുന്നത്. മരിച്ച യുവതിയുടെ മുഖം പോലീസ് നാട്ടുകാരെ കാണിച്ചു. പക്ഷേ ഈ പ്രദേശത്തുകാരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. കോന്തുരുത്തിയിൽ വീട്ടിലേക്കുള്ള വഴിയിൽ ചാക്കിൽ കെട്ടിയ നിലയിലാണ് സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ജോർജ് എന്നയാൾ താമസിക്കുന്ന വീടിന് മുന്നിലായിരുന്നു അർദ്ധനഗ്നയായ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് സമീപത്തായി ജോർജും മദ്യലഹരിയിൽ മതിലിൽ ചാരിയിരിക്കുന്ന നിലയിലായിരുന്നു. ഇയാളെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു. മരിച്ച സ്ത്രീയെ ഇനിയും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എറണാകുളം സ്വദേശി തന്നെയാണോ മരിച്ചത് എന്ന സംശയമൊക്കെ ശക്തമാണ്. ശനിയാഴ്ച രാവിലെയാണ് ഇത്തരത്തിൽ നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. രാവിലെ ജോർജ് ചാക്ക് അന്വേഷണം നടന്നിരുന്നു. ഇതെല്ലാം സമീപവാസികൾ വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ വീട്ടുവളപ്പിൽ എന്തോ ചത്ത് കിടക്കുന്നു, അതിനെ കുഴിച്ചു മൂടാൻ മറവ് ചെയ്യാനാണ് ചാക്ക് അന്വേഷിക്കുന്നതെന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇയാൾ മൃതദേഹം എവിടേക്കോ മൂടാൻ വേണ്ടി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ ബോധം കെട്ട് വീഴുകയും തുടർന്ന് ഇത്തരത്തിലൊരു സംഭവം പുറം ലോകം അറിയുകയും ചെയ്തത്. എന്തായാലും പ്രതി മദ്യലഹരിയിലായിരുന്നു. കൊലപാതകം നടത്തിയത് മദ്യലഹരിയിലായിരിക്കാം എന്ന് തന്നെയാണ് നിലവിലെ നിഗമനം. എന്തായാലും ഇയാൾ ഈ ചാക്ക് അന്വേഷണം നടന്ന സമയത്ത് മദ്യലഹരിയിലായിരുന്നത് കൊണ്ട് തന്നെ ആരും ചാക്ക് കൊടുത്തില്ല. ഇയാളെ പറഞ്ഞുവിടുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ തുടർന്ന് ഇയാൾ സമീപത്തിന്റെ കടയിൽ നിന്ന് ചാക്കുകളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ജോർജിന്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ ചാക്കിൽ കെട്ടിയ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും പോലീസ് കൂടുതൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊക്കെ ഇയാളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇയാളുടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. മരിച്ച സ്ത്രീ പ്രദേശവാസിയല്ല എന്ന് വാർഡ് കൗൺസിലറും നാട്ടുകാരും പറഞ്ഞു. മൃതദേഹത്തിൽ പരുക്കുണ്ടായിരുന്നതായും അർദ്ധനഗ്നയായ നിലയിലാണ് മൃതദേഹം കണ്ടതെന്നും നാട്ടുകാരും പറഞ്ഞു. എന്തായാലും ഈ ചാക്കിൽ കെട്ടിയ മൃതദേഹത്തിന് സമീപം തലയിൽ കൈവച്ചിരിക്കുന്ന ജോർജിനെയായിരുന്നു സ്ഥലത്തെത്തിയവർ ആദ്യം കണ്ടത്. ഇയാളൊന്നും സംസാരിച്ചിരുന്നില്ല എന്നാണ് സമീപവാസികൾ അടക്കമുള്ളവർ പറയുന്നത്. ജോർജ് ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന ആളാണ്. ഇയാൾക്ക് ഭാര്യയും 2 മക്കളുമുണ്ട്. മകൻ UK-യിലാണ്, മകൾ പാലായിലാണ്. ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല എന്നാണ് സമീപവാസികൾ പറയുന്നത്. മദ്യപിക്കുന്ന ആളാണെങ്കിലും ഇതുവരെ മദ്യപിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അയൽക്കാർ പറയുന്നുണ്ട്. ഇയാളൊരു ശല്യക്കാരനല്ല എന്നും നാട്ടുകാർ കൂട്ടിച്ചേർക്കുന്നുണ്ട്.